പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. കഴിഞ്ഞ ഒരു 2-3 ആഴ്ചകളായിട്ട് ഈ ഭാഗവത സപ്താഹം നടത്തുന്ന പല ക്ഷേത്രങ്ങളിലും അതിൻ്റെ ഭാരവാഹികൾ ഈ ഭാഗവതം കേൾക്കാൻ വരുന്നവർക്ക് ധ്യാനം പരിശീലിപ്പിക്കാൻ, പ്രത്യേകിച്ച് നമ്മുടെ ഹാർട്ട്ഫുൾനെസ് ധ്യാനം പരിശീലിപ്പിക്കാനായിട്ട് നമ്മളെ ക്ഷണിക്കുന്ന ഒരു മാസമായിരുന്നു. കഴിഞ്ഞ 3 വേദികൾ ഇപ്പോൾ കഴിഞ്ഞു. അങ്ങനെ അത് നല്ലൊരു പ്രവണതയായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഈ ഭാഗവതം എന്താണ്, ഹാർട്ട്ഫുൾനെസ്സും അതായിട്ട് എന്താണ് കണക്ഷൻ എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾ പലരും അതുപോലെ ഭാഗവത സപ്താഹങ്ങളും ഒക്കെ ഒരുപാട് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. അത് പരീക്ഷിത് മഹാരാജാവിൻ്റെ മോക്ഷപ്രാപ്തിയുടെ കഥയാണ്. പരീക്ഷിത് മഹാരാജാവ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയുണ്ടാവും, പാണ്ഡവന്മാരുടെ അവസാനത്തെ കണ്ണിയാണത്. അർജുനന്റെ മകൻ അഭിമന്യുവിന്റെ പുത്രനാണ് പരീക്ഷിത് മഹാരാജാവ്. അപ്പൊ അദ്ദേഹത്തിന്റെ ജന്മം തന്നെ ഒരു പ്രത്യേക രീതിയിലാണ്. അദ്ദേഹം അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ ബ്രഹ്മാസ്ത്രം കൊണ്ട് മരിച്ച് രണ്ടാമത് ജനിക്കുകയാണ്. അശ്വത്ഥമാവ് ഈ പാണ്ഡവന്മാരുടെ അവസാനത്തെ കണ്ണി നശിപ്പിക്കാൻ വേണ്ടി ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുകയാണ്. അപ്പൊ അതിൽ അവസാനത്തെ കണ്ണിയായിട്ടുള്ളത് ഈ പരീക്ഷിത്താണ്. അദ്ദേഹം ഗർഭാവസ്ഥയിലായിരുന്നു. ഈ ബ്രഹ്മാസ്ത്രം കൊണ്ട് പരീക്ഷിത്ത് മരിച്ചു. അപ്പൊ വീണ്ടും അദ്ദേഹത്തിന് ശ്രീകൃഷ്ണൻ പുനർജനിപ്പിക്കുക. അപ്പോ ഇദ്ദേഹം മരിച്ച സമയത്ത് എല്ലാവർക്കും സങ്കടമായപ്പോൾ ഒരു അശരീരി വന്നു. ഇദ്ദേഹത്തിന് ഒരു ബ്രഹ്മചാരി തൊട്ട് കഴിഞ്ഞാൽ വീണ്ടും പുനർജനിക്കുന്ന അശരീരി ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും കൂടി ആലോചിച്ചു, ബ്രഹ്മചാരി എവിടുന്ന കിട്ടപ്പോ. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അവിടെ ബ്രഹ്മചാരിയായിട്ട് ഒരാളേ ഉള്ളൂ, അത് ഭീഷ്മരാണ്. അദ്ദേഹം ശരശയിൽ കിടക്കില്ല. അപ്പൊ ഈ കുട്ടിയെ എടുത്തുകൊണ്ട് ഭീഷ്മരുടെ അടുത്തേക്ക് പോകും. ഇത് പറയുന്നത് ഒരു അശരീരി ഉണ്ടായി. അപ്പോ ഒരു ബ്രഹ്മചാരി തൊട്ടായി കുട്ടി പുനർജനിക്കുന്ന പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഭീഷ്മർ പറഞ്ഞു, എനിക്ക് ആ കാര്യത്തിൽ അത്ര ഉറപ്പില്ല. കാരണം 100% ഞാനൊരു ബ്രഹ്മചാരി എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കഥ ഒരു ഇൻസിഡന്റും പറഞ്ഞു. പണ്ട് വിചിത്രവീരന് വേണ്ടിയിട്ട് കാശി മഹാരാജാവിന്റെ 3 മക്കളെ ഇദ്ദേഹമാണ് പോയി പിടിച്ചുകൊണ്ടുവരിക. അംബ, അംബിക, അംബാലിക. അപ്പൊ അംബയുടെ കൈ പിടിച്ച് രഥത്തിൽ കയറ്റിയ സമയത്ത് എന്തോ ഒരു തരംഗം എന്നിൽ കൂടെ കടന്നു പോയതായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് 1% മാലിന്യം ഉള്ളതായിട്ട് തോന്നുന്നു. അതുകൊണ്ട് എനിക്ക് ഉറപ്പില്ല. അതുകൊണ്ട് ഞാൻ തൊട്ടാൽ ഇത് ശരിയാവും തോന്നില്ല. അപ്പോ എല്ലാവരും കൂടി പറഞ്ഞു ഭഗവാൻ ശ്രീകൃഷ്ണനോട്, ഭഗവാനെ അങ്ങ് എവിടുന്നെങ്കിലും ഒരു ബ്രഹ്മചാരി കൊണ്ടുവന്ന് ഒന്ന് ഈ കുട്ടിയെ ജീവിപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ശ്രീകൃഷ്ണൻ വേഗം ഈ കുട്ടിയെ തൊട്ടപ്പോഴേക്കും കുട്ടി പുനർജനിച്ചു. അപ്പൊ അത്ഭുതമായി ആൾക്കാർക്ക്, ഭഗവാൻ ശ്രീകൃഷ്ണൻ ബ്രഹ്മചാരിയാണോ? അദ്ദേഹത്തിനോട് വേറെ ബ്രഹ്മചാരിയെ കൊണ്ടുവരാനാണ് ഇവർ നിർദ്ദേശിച്ചത്. അപ്പോ എന്താ ഈ കഥയുടെ ഗുണപാഠം വെച്ചാൽ, 2 പ്രാവശ്യം ജനിക്കുക എന്ന് പറഞ്ഞാൽ ഹിന്ദു ധർമ്മത്തില് ദ്വിജ എന്നാണ് പറയുന്നത്. രണ്ടാമതും ജനിക്കുക. രണ്ടാമത് ജനിക്കുമ്പോൾ ആ ദ്വിജനായിരിക്കുന്ന അവസ്ഥയിലാണ് മോക്ഷപ്രാപ്തി എന്നാണ്. അപ്പൊ ഹാർട്ട്ഫുൾനെസ്സിൽ എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മുടെ അച്ഛനും അമ്മയ്ക്ക് ഒരു കുഞ്ഞായിട്ട് ജനിക്കണം. അതാണ് നമ്മുടെ ആദ്യത്തെ ജന്മം. അത് കഴിഞ്ഞിട്ട് ഗുരു നമ്മളിലേക്ക് പ്രാണാഹുതി സംപ്രേഷണം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആത്മാവ് പുനർജനിക്കുക പ്രകാശിത ലോകത്തിലേക്ക്. അതാണ് രണ്ടാമത്തെ ജന്മം.
അപ്പോൾ ഹാർട്ട്ഫുൾനെസ്സിലെ എല്ലാ പരിശീലകരും വാസ്തവത്തിൽ ദ്വിജന്മാരാണ്. അപ്പൊ ആ രണ്ടാമത്തെ ജന്മത്തിലാണ് മോക്ഷപ്രാപ്തിക്ക് അർഹത നേടുന്നതെന്നാണ് ഹിന്ദു ധർമ്മം പറയുന്നത്. അപ്പൊ അതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ സാധനയുടെ ഒരു പ്രത്യേക അവസ്ഥയില്, നമ്മുടെ പുരോഗതിയുടെ ഒരു പ്രത്യേക അവസ്ഥയില് ഈ ആത്മാവ് കൂടുതൽ വീര്യവും പരിശുദ്ധിയും നേടുന്ന സമയത്ത് അത് രണ്ടായി വിഭജിക്കുന്ന ആത്മാവ്. അപ്പോൾ ആത്മാവ് അഖണ്ഡമായിരുന്നു എന്നായിരുന്നു അതുവരെയുള്ള തത്വസംഹിത. ലാലാജി മഹാരാജാണ് അങ്ങനെയല്ല. അതിന്റെ വീര്യവും പരിശുദ്ധിയും കൂടുന്ന സമയത്ത് ആത്മാവ് ഒരു സംയുക്തമാണ്. അത് രണ്ടായി പിരിയും. ഒരു ഭാഗം ഗുരുവിന്റെ സഹായത്തോടെ പ്രകാശിത ലോകത്തിൽ പുനർജനിക്കും. മറ്റേ ഭാഗം ജീവാത്മാവായിട്ട് ഭൂമിയിൽ തുടരും, നമ്മുടെ ഉത്തരവാദിത്തങ്ങളും കടമകളും നിർവഹിക്കാനും നമ്മുടെ ഭോഗം അനുഭവിക്കാനായിട്ട്. പിന്നീടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് രണ്ടായി. നമ്മുടെ സ്പിരിച്വൽ എൻറ്റിറ്റി അല്ലെങ്കിൽ ആത്മീയ സത്ത പ്രകാശിത ലോകത്തിൽ പുനർജനിച്ചു കഴിഞ്ഞു. അതിനാണ് സ്പിരിച്വൽ എൻറ്റിറ്റി എന്ന് പറഞ്ഞ വിസ്പേഴ്സിലൊക്കെ SE എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. പിന്നീട് ഈ ജീവാത്മാവ് ഭൂമിയിൽ ജീവിക്കുമ്പോൾ അതിൻ്റെ മനോഭാവവും പെരുമാറ്റ രീതിയും ലക്ഷ്യബോധവും അനുസരിച്ചാണ് പ്രകാശിത ലോകത്തിലുള്ള സ്പിരിച്വൽ എൻറ്റിറ്റി അല്ലെങ്കിൽ ആത്മീയ സത്തയുടെ വളർച്ചയും തളർച്ചയും. അത് കഴിഞ്ഞ് അത് ശരിയായ രീതിയിലാണ് പ്രോഗ്രസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങളും കടമകളും കഴിഞ്ഞു, ഭോഗങ്ങളും അവസാനിക്കുമ്പോൾ ഈ ജീവാത്മാവ് ശരീരം വിട്ട് പ്രകാശിത ലോകത്തിലുള്ള ഈ സ്പിരിച്വൽ എൻറ്റിറ്റി അല്ലെങ്കിൽ ആത്മീയ സത്തയുമായിട്ട് യോജിക്കുന്നു. ആ യോജിക്കുന്ന സമയത്ത് അത് കൂടുതൽ പരിശുദ്ധിയും വീര്യവും ഉൾക്കൊണ്ടുകൊണ്ട് വീണ്ടും ഉന്നതമായ ബോധത്തിന്റെ തലത്തിലേക്ക് യാത്ര തുടരുന്നു. ഇതാണ് അതിനെക്കുറിച്ച് ഹാർട്ട്ഫുൾനെസ് പറയുന്നത്. ഹിന്ദു ധർമ്മത്തിൽ ദ്വിജൻ എന്ന് മാത്രമേ പറയുന്നു. അപ്പോൾ ഈ പരീക്ഷിത് മഹാരാജാവ് അങ്ങനെ ഒരു ദ്വിജനാണ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അദ്ദേഹം ഉന്നതമായ ആത്മീയ പുരോഗതി നേടിയിട്ടുള്ള ഒരു ആത്മാവായിട്ട് ജനിക്കുന്നത് തന്നെ. അപ്പൊ അങ്ങനെ ദ്വിജനായിട്ടുള്ള പരീക്ഷിത് മഹാരാജാവിന്റെ മോക്ഷപ്രാപ്തിയുടെ കഥയാണ് ഭാഗവതം എന്ന് പറയുന്നത്. അദ്ദേഹം വന്നു രാജാവായി. രാജാക്കന്മാർക്ക് പണ്ടൊരു വിനോദമുണ്ടല്ലോ, മൃഗയാ വിനോദം എന്ന് പറഞ്ഞു. കാട്ടിലേക്ക് പോയി മൃഗങ്ങളെ കൊന്നു രസിക്കുന്ന ഒരു പരിപാടി. അതെങ്ങനെയാന്ന് വെച്ചാൽ വാസ്തവത്തിൽ അങ്ങനെ മൃഗങ്ങളെ വെറുതെ കൊല്ലുക എന്നല്ല. അതിന്റെ തത്വം എന്താന്ന് വെച്ചാൽ കാട്ടിലെ ചില പ്രത്യേക മൃഗങ്ങളുടെ എണ്ണം കൂടുമ്പോൾ അത് നാട്ടിലേക്ക് ഇറങ്ങി വരും. ഇപ്പൊ നമ്മൾ കാണുന്ന പോലെ അതിൽ കൃഷി നശിപ്പിക്കുക, ആളുകളെ ഉപദ്രവിക്കുകയും ചെയ്യുമ്പോൾ അപ്പൊ അത് അല്ലാതെ തന്നെ രാജാവിന് അറിയാം. കാരണം കാട്ടിലെ മൃഗങ്ങളുടെ സെൻസസ് എടുക്കുക. ഈ മഹാഭാരതത്തിലെ ദുര്യോധനും സംഘവും സെൻസസ് എടുക്കാൻ പോണതിന്റെ കഥയൊക്കെ പറയുന്നുണ്ട്. അപ്പോഴാണ് പാണ്ഡവന്മാരെ വീണ്ടും മീറ്റ് ചെയ്യുക. അവർ തമ്മിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അവിടെ. അപ്പോ ആ പെരുകുന്ന ആ പ്രത്യേക ജീവികളെ എണ്ണത്തിൽ ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രാജാവ് കാട്ടിലേക്ക് പോകുന്നത്. നായാട്ട് എന്ന് പറഞ്ഞ സംഗതി തുടങ്ങി വെച്ചത് അങ്ങനെയാണ്. പിന്നീട് വന്ന രാജാക്കന്മാർ അതൊരു ശീലമായി. നമുക്ക് പല കാര്യങ്ങളും ശീലാവുന്ന പോലെ ഒരു ആചാരമായി മാറി. രാജാവാണെങ്കിൽ കാട്ടിൽ പോയി നായാട്ട് നടത്തണം എന്നുള്ള രീതിയിൽ. അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ മിക്കവാറും ചടങ്ങുകളൊക്കെ അങ്ങനെ വരുന്നതാണ്. വാസ്തവത്തിൽ അതിന്റെ അർത്ഥം മറ്റെന്തോ ആയിരിക്കും. പിന്നീട് ചടങ്ങ് മാത്രം ബാക്കി നിൽക്കും, അതിന്റെ അർത്ഥവ്യാപ്തി നഷ്ടപ്പെടും. അപ്പൊ അങ്ങനെ ഇദ്ദേഹം കാട്ടിലേക്ക് നായാട്ടിന് പോയ സമയത്ത് ഒരു മഹർഷി തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടു. അതിന്റെ അടുത്ത് തന്നെ ഒരു ചത്ത പാമ്പ് കിടക്കും. രാജാവിനൊരു കൗതുകം തോന്നി. ഈ ചത്ത പാമ്പിനെ എടുത്ത് ഇദ്ദേഹത്തിന്റെ കഴുത്തിൽ ഒരു മാല മാരിയിട്ട് കൊടുത്തു. മഹർഷിയുടെ കഴുത്തിൽ. ഒരാവശ്യമില്ലാത്ത കാര്യം, ഒരു ദുഷ്കർമ്മമാണ് അദ്ദേഹം ചെയ്തത്. അപ്പോ
ഉന്നതമായ ആത്മാവാണ് ഇദ്ദേഹം. അത് കഴിഞ്ഞ് രാജാവ് മടങ്ങിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ മുനികുമാരൻ വന്നു, മുനിയുടെ മകൻ. അദ്ദേഹം വെള്ളം കൊണ്ടുവരാൻ വേണ്ടി പോയതായിരുന്നു. അപ്പൊ അദ്ദേഹം വന്നപ്പോൾ ഈ കാഴ്ച കണ്ടു. അച്ഛന്റെ കഴുത്തിൽ ഒരു മാല ഇട്ട് കൊടുത്തിരിക്കുന്നു. ആ മാല എന്ന് പറഞ്ഞാൽ ഒരു ചത്ത പാമ്പാണ്. അപ്പൊ മകന് ദേഷ്യം വന്നു, ഒരു ശാപം. ഇതാരാ ചെയ്തു വെച്ചാൽ അയാൾക്ക് 7-ാം ദിവസം അയാളെ തക്ഷകൻ കൊത്തി മരിക്കുന്ന ശാപം. ഈ ശാപം കേട്ടപ്പോഴാണ് മഹർഷി കണ്ണു തുറന്നു. മഹർഷി പറഞ്ഞു, നീ അത് വീണ്ടും വിചാരമില്ലാണ്ട് ചെയ്ത ഒരു ശാപമായി പോയത്, ചെയ്യാൻ പാടില്ലായിരുന്നത്. മഹാരാജാവായിരുന്നത്. ഇദ്ദേഹത്തിന് അതൊക്കെ അറിയാം. മഹാരാജാവാണ്, പരീക്ഷിത് മഹാരാജാവാണ് ഇത് ചെയ്തത്. പക്ഷെ അദ്ദേഹം മഹാരാജാവല്ലേ, നീ അങ്ങനെ ഒരു ശാപം കൊടുത്തു കഴിഞ്ഞാൽ അതും പാണ്ഡവന്മാരുടെ അവസാനത്തെ കണ്ണിയാണ്. മകനൊക്കെ വളർന്നു വരുന്നേ ഉള്ളൂ, ജയമേജയെന്നുണ്ട് ഇദ്ദേഹത്തിന്റെ മകൻ. ഇപ്പൊ ഈ ഒരു ശാപം കൊടുത്തത് അത്ര യുക്തിയായില്ല. ഇനിയിപ്പോ എന്താ ചെയ്യുക? ഒരു കാര്യം ചെയ്യുക, കൊട്ടാരത്ത് പോയി പറയും. ഇദ്ദേഹത്തിന് അറിയുന്നില്ലല്ലോ ഈ ശാപം കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം, അദ്ദേഹത്തിന് അറിയില്ല. കൊട്ടാരത്തിൽ പോയി പറയാൻ പറയും. അപ്പോ മുനികുമാരൻ ചെന്ന് പരീക്ഷത്തിനോട് കാര്യങ്ങൾ പറഞ്ഞു. ഇങ്ങനെയൊക്കെയാണ് സംഗതി, അങ്ങയെ ശപിച്ചിരിക്കുന്നു, 7-ാം ദിവസം അങ്ങയെ തക്ഷകൻ കൊത്തി മരിക്കും, എന്തെങ്കിലും പരിഹാരം ഉണ്ടെങ്കിൽ ചെയ്തോളൂ. അത് പറയാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ എന്നെ ഇങ്ങോട്ട് അയച്ചത്. ഇത് കേട്ടോടുകൂടി ആകെ സാഹചര്യമൊക്കെ മാറിയില്ലേ, എന്താണ് ഇനി പരിഹാരം എന്നായി. അപ്പോൾ പരീക്ഷിത് മഹാരാജാവ് രാജ്യസഭയ്ക്ക് വിളിച്ചു കൂട്ടി മന്ത്രിമാരോടും അവിടുത്തെ കുലഗുരുവിനായിട്ടൊക്കെ സംസാരിച്ച് എന്താണ് ഒരു വഴി നമുക്ക്. എല്ലാവരും കൂടി ആലോചിച്ച് നോക്കിയിട്ട് പറഞ്ഞു, ഇത് താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിക്കുന്നേ ഉള്ളൂ, വേറെ അതിന് പരിഹാരമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഒരു പരിഹാരമില്ല, 7-ാം ദിവസം മരിക്കുന്നുള്ള സിറ്റുവേഷനിലായി ഇദ്ദേഹം. ഈ സമയത്ത് ഇദ്ദേഹം ആകാശത്തേക്ക് നോക്കി വാവിട്ട് കരയാണ്, എന്നെ ഇതിൽ നിന്ന് രക്ഷിക്കാൻ ആരെങ്കിലും ഉണ്ടോ. അപ്പോൾ ഉന്നതമായ ആത്മാവാണ്, പക്ഷെ മരണഭയം അപ്പോഴുണ്ട്. നമ്മൾ 7 ദിവസം കഴിഞ്ഞ് മരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കുന്നതാണ്. ഹാർട്ട്ഫുൾനെസ്സിൽ അഭ്യാസികൾക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം മരണഭയം ആണ് നമ്മളെ ആദ്യം വിട്ടുപോകുന്നത് ധ്യാനത്തിൽ. മരണഭയം വിട്ടുപോകുമ്പോഴാണ് ജീവിതത്തിന്റെ ഒരു സൗരഭ്യം നമ്മൾ അറിയുക. അല്ലെങ്കിൽ എപ്പോഴാണ് മരിക്കുക എന്ന് ആലോചിച്ച് അല്ലേ നമ്മുടെ ജീവിതം മുഴുവൻ. എല്ലാ തരത്തിലുള്ള തിന്മകൾക്കും കാരണമാണത് ഈ മരണഭയമാണ്. എല്ലാ ഭയത്തിന്റെയും മുത്തശ്ശനാണ് മരണഭയം. ഇദ്ദേഹം ആകാശത്തേക്ക് നോക്കി പൊട്ടിക്കരഞ്ഞു, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ. അപ്പൊ എന്ത് സംഭവിച്ചു? അപ്പോഴാണ് ആകാശത്തു കൂടെ ഒരു മഹർഷി, ശുഖബ്രഹ്മ മഹർഷി, അദ്ദേഹം വേദവ്യാസന്റെ മകനാണ്. അപ്പൊ അദ്ദേഹം ചെറുപ്പത്തിലെ ശരീരം ഉപേക്ഷിച്ച് പ്രകാശിത ലോകത്തിലേക്ക് യാത്രയാണ്. വ്യാസൻ ഇവിടെ ഉണ്ട്. അപ്പൊ അദ്ദേഹം അത്ര ഉന്നതമായ ആത്മാവായതുകൊണ്ട് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ശരീരം വിട്ട് പ്രകാശിത ലോകത്തിലേക്ക് യാത്രയാവുക. മരണഭയമൊന്നുമില്ല. അങ്ങനെ പോകുന്ന പ്രകാശരൂപിയായിട്ടാണ് പോകുന്നത്. അപ്പോഴാണ് ഈ കരച്ചിൽ കേൾക്കുന്നത്. ഈ കരച്ചിലിന്റെ സ്വഭാവവും, ചില കരച്ചിൽ കേട്ടറിയില്ലേ, കള്ളക്കരച്ചിലല്ല, യഥാർത്ഥത്തിലുള്ള കരച്ചിലത് നമുക്ക് തോന്നില്ലേ. ഈ കരച്ചിലിന്റെ സ്വഭാവം കണ്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഇതൊരു അർഹതയുള്ള കരച്ചിലാണ്. അപ്പൊ താൽക്കാലികമായിട്ട് അദ്ദേഹം അവിടെ ഇറങ്ങി പരീക്ഷിത് മഹാരാജാവിനെ കണ്ടു. എന്താണ് പ്രശ്നം? അപ്പോഴാണ് ഈ കഥകളൊക്കെ പറയും. എന്നെ ഇതിൽ നിന്ന് രക്ഷിക്കാൻ അങ്ങേക്ക് പറ്റുമോ എന്നാണ് ചോദ്യം. അപ്പോ ശുഖബ്രഹ്മ മഹർഷി പറയും, ഞാൻ അങ്ങേ ഒന്ന് രക്ഷിക്കാം. ഇനിയാണ് ഭാഗവതം തുടങ്ങുന്നത്. 7 ദിവസം, സപ്താഹം എന്ന് പറഞ്ഞാൽ 7 പകൽ. അഹം എന്ന് വെച്ച പകലിനാണ്, അഹസ്. അപ്പോ 7 പകൽ ഇങ്ങനെ ഇദ്ദേഹത്തിനായിട്ട് മുഖാമുഖം ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു ശുഖബ്രഹ്മ മഹർഷി. എന്താണ് പറയണത്? മഹാവിഷ്ണുവിന്റെ അവതാര കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുക. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, ഇങ്ങനെയുള്ള കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക.
ഓരോ ദിവസവും ഈ കഥ പകൽ മുഴുവൻ ഈ കഥ പറഞ്ഞ് രാത്രി കിടന്നുറങ്ങും. ഇങ്ങനെ കഥ ഇങ്ങനെ തുടരുക. അപ്പൊ എന്താ ഈ കഥകളുടെ പ്രത്യേകത? മഹാവിഷ്ണു പല രൂപത്തിലുള്ള അവതാരങ്ങളായിട്ട് വരുന്നു. മത്സ്യമായിട്ട് വരുന്നു, ആമയായിട്ട് വരുന്നു, നരസിംഹമായിട്ട് വരുന്നു, വാമനായിട്ട് വരുന്നു, വരാഹം പന്നിയായിട്ട് വരുന്നു ഉണ്ട്. അപ്പോ പന്നിയായിട്ട് വരുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റും മഹാവിഷ്ണു ഒരു പന്നിയാണെന്ന് പറയാൻ പറ്റും. നമ്മൾ ആളുകളൊക്കെ ചിലപ്പോൾ വിളിക്കുന്ന പോലെ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അതായത് താൽക്കാലികമായിട്ട് ഒരു പന്നിയുടെ രൂപവും അതിന്റെ മനസ്സും ബുദ്ധി അഹങ്കാരമൊക്കെ ഉപയോഗിച്ച് ഒരു പ്രത്യേക ദൗത്യം നിർവഹിക്കുന്നു എന്നേ ഉള്ളൂ. മഹാവിഷ്ണു എന്ന് പറഞ്ഞാൽ പരമാത്മാവാണ്. അപ്പോ എന്താണ് വാസ്തവത്തിൽ അദ്ദേഹം പറഞ്ഞു വരുന്നത്? ഇപ്പൊ ഓരോ അവതാരത്തിനും ഓരോ ഗുണപാഠങ്ങൾ. അപ്പോൾ നരസിംഹമായിട്ട് വരും. എന്തിനാണ്? ഹിരണ്യകശിപു എന്ന് പറയുന്ന ഒരു അസുരനെ വധിക്കാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹത്തിന്റെ അഹങ്കാരത്തിന്റെ അങ്ങേയറ്റം എന്താണെന്ന് വെച്ചാൽ ആ നാട്ടിലെല്ലാവരും നാരായണായ നമ എന്ന് പറയുന്നത് ബാൻ ചെയ്തു ആള്. ഹിരണ്യായ നമ എന്ന് പറയണം. ആലോചിച്ച് നോക്കൂ. നമ്മുടെ പ്രധാനമന്ത്രി നമ്മളോട് അങ്ങനെ പറയണേ, എന്ത് ചെയ്യാൻ പറ്റും? അപ്പോ മകനാണ് അതിന് എതിർപ്പ് വരുന്നത്. മകൻ വീട്ടിൽ നിന്ന് തന്നെയാണ്. മറ്റേ അവിടുത്തെ മഹർഷിമാർക്ക് പോലും ഇദ്ദേഹത്തിന് ഭയമായതുകൊണ്ട് എല്ലാവരും മിണ്ടാണ്ടിരിക്കുകയാണ്. മകൻ തന്നെയാണ് അത് ആദ്യത്തെ എതിർപ്പ് പ്രകടിപ്പിക്കുന്നത്. അദ്ദേഹം നാരായണായ നമ എന്നല്ലാണ്ട് ഒന്നും പറയില്ല. പല പരിപാടികളും നോക്കി ഇതിലൊന്നും ഫലിക്കുന്നില്ല. അവസാനം എവിടെയാണ് നിന്റെ നാരായണൻ? ഈ തൂണിലുണ്ടോ? അപ്പൊ തൂണിലും തുരുമ്പിലുണ്ടെന്ന് പ്രഹ്ലാദന്റെ പ്രസിദ്ധമായിട്ടുള്ള വാക്കുകൾ. അപ്പൊ ഇദ്ദേഹം ഈ തൂണ് ഗത കൊണ്ട് അടിച്ചുടക്കുകയാണ്. അപ്പൊ ആ തൂണിന്റെ ഉള്ളിൽ നിന്ന് നരസിംഹമായിട്ട് വന്നിട്ട് ഹിരണ്യകശിപുവിനെ കൊല്ലുന്നതാണ് ചിത്രം. അപ്പൊ ആ കഥയുടെ ഗുണപാഠം എന്താണെന്ന് വെച്ചാൽ, നമ്മള് ഈശ്വരനെ പുറത്തന്വേഷിക്കുന്ന സമയത്ത്, ബാഹ്യമായിട്ട് ഈശ്വരനെ നമ്മൾ അന്വേഷിക്കുമ്പോൾ ആ ഈശ്വരൻ വരുന്നത് നമ്മളെ കൊല്ലാനായിരിക്കും. ആന്തരികമായിട്ടുള്ള ഈശ്വരൻ, നമ്മുടെ ഹൃദയത്തിലെ ഹൃദയേശ്വരൻ എന്ന് പറയുന്നത് നമുക്ക് സംരക്ഷകനാണ്. പുറത്തുള്ള ഈശ്വരൻ അപകടകാരിയാണ്. പുറത്ത് ഈശ്വരനെ അന്വേഷിക്കുന്ന അപകടമാണ്. അതുകൊണ്ടാണ് എല്ലാ അവതാരങ്ങളുടെയും ഉദ്ദേശം എന്താണ്? പരിത്രാണായ സാധുനാം എന്ന്, നല്ല മനുഷ്യരെ രക്ഷിക്കാനും ദുഷ്ടന്മാരെ നിഗ്രഹിക്കാനുമാണ് അവതാരങ്ങൾ വരുന്നത്. എല്ലാ അവതാരങ്ങളും നിഗ്രഹിക്കാനാണ് വരുന്നത്, നശിപ്പിക്കാനാണ് വരുന്നത്, സംരക്ഷിക്കാനല്ല. അപ്പൊ ഈ കഥയുടെ അതിലെ ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള ഒരു കഥയാണ് നരസിംഹം. എന്താണ്? പുറത്ത് ഈശ്വരനെ അന്വേഷിച്ച അദ്ദേഹം വരുന്നതെന്ന്. വന്നാൽ നമ്മളെ അവസാനിപ്പിക്കാനോ വരുന്നത്. എന്നാൽ ആന്തരികമായിട്ടുള്ള ഈശ്വരൻ, ഹൃദയത്തിലെ ഈശ്വരൻ പരിപൂർണ സംരക്ഷകനാണ്. അപ്പോ നരസിംഹമായിട്ട് വന്നു. അപ്പോ മഹാവിഷ്ണു നരസിംഹമാണെന്ന് പറയാൻ പറ്റുമോ നമുക്ക്? ഇല്ല. മത്സ്യമാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്താണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്? ഇപ്പോ ഈ വരാഹം എന്നുള്ള പന്നിയായിട്ടുള്ള അവതാരത്തില് ഒരിതുണ്ട്. പന്നിയായിട്ടുള്ള അവതാരം കഴിഞ്ഞ് കുറെ ദുഷ്ടന്മാരെയൊക്കെ നിഗ്രഹിച്ച് അവതാരത്തിന്റെ ഉദ്ദേശം കഴിഞ്ഞു. അവതാര ഉദ്ദേശം കഴിഞ്ഞിട്ടും ഈ മഹാവിഷ്ണു ഈ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നില്ല. പന്നിയുടെ ശരീരത്തില് അദ്ദേഹം അവിടെ പന്നി ഭാര്യയും പന്നി കുട്ടികളൊക്കെ പന്നി ഫാമിലി ആയിട്ട് ഇങ്ങനെ സുഖമായിട്ടിരിക്കുക, പന്നി ഫാമില്. അപ്പോ അവതാര ഉദ്ദേശം കഴിഞ്ഞു. അപ്പോ മഹാവിഷ്ണുവിന്റെ അസിസ്റ്റൻസ് വന്നിട്ട് പറഞ്ഞു, ഇത് അങ്ങയുടെ സമയം കഴിഞ്ഞു, അങ്ങ് തിരിച്ചു വരേണ്ട സമയമായി, അടുത്ത അവതാരത്തിന് ഉള്ള ഒരുക്കങ്ങൾ ചെയ്യണ്ടേ. അപ്പൊ അവരേക്ക് കൂത്താൻ ചെന്നു ഈ തേറ്റ കൊണ്ട്, ഈ പന്നി. ഇവര് നാരദ മഹർഷി ഉണ്ടായിരുന്നു, അദ്ദേഹത്തിനോട് പറഞ്ഞു, കണ്ടില്ലേ ഇതാണ് സ്ഥിതി. അപ്പൊ നാരദ മഹർഷി വന്ന് ചില മന്ത്രങ്ങളൊക്കെ ചൊല്ലി ഇദ്ദേഹത്തിനോട് പറയാൻ നോക്കി. അപ്പൊ നാരദ മഹർഷിയെ ഉപദ്രവിക്കുന്നു ഈ പന്നി. നാരദൻ പറഞ്ഞു, ഇത് എന്നെ കൊണ്ടൊന്നും ആവുന്ന വിദ്യയല്ല,
എന്ന് പറഞ്ഞിട്ട് ഇവര് പരമശിവനെ അഭയം പ്രാപിച്ചു. പറഞ്ഞത് മഹാവിഷ്ണു വരാഹ അവതാരം എടുത്തു, പക്ഷെ അവതാരത്തിന്റെ പണിയൊക്കെ കഴിഞ്ഞെങ്കിലും അദ്ദേഹം ഇന്ന് പുറത്തേക്ക് വരുന്നില്ല, അങ്ങ് ഒന്ന് സഹായിക്കണം എന്ന് പറയും. അപ്പോ പരമശിവൻ അദ്ദേഹത്തിന്റെ ശൂലം കൊണ്ട് ഈ പന്നിയുടെ ഹൃദയത്തിൽ ഇങ്ങനെ കുത്തി തിരിച്ച് ബ്ലഡൊക്കെ ഇങ്ങനെ എല്ലായിടത്തേക്കും മറഞ്ഞു. പന്നി ഇങ്ങനെ വേദന കൊണ്ട് പെട്ടഞ്ഞ് അവസാനം ചത്തുപോകും. ചത്തു കഴിഞ്ഞപ്പോൾ അതിന് ഒരു നീലപ്രകാശം പുറത്തേക്ക് വരും. മഹാവിഷ്ണു പുറത്ത് വന്നപ്പോൾ അവിടെ പരമശിവനുണ്ട്, നാരദനുണ്ട്, കുറെ ആൾക്കാരുണ്ട്. എന്താ ഇവിടെ ഒരു നിങ്ങളുടെ എല്ലാവരും കൂടി ഇവിടെ ഒരു സമ്മേളനം എന്താണെന്ന് ചോദിച്ചു. അപ്പോ പരമശിവൻ പറഞ്ഞു, അങ്ങ് ഒന്ന് തിരിഞ്ഞു നോക്കുന്നു. തിരിഞ്ഞു നോക്കിയപ്പോ ഈ വരാഹം ഇങ്ങനെ ചത്ത് കിടക്കുന്നുണ്ട്. അങ്ങ് ഇതാണ് എന്ന് വിചാരിച്ചിരിക്കുന്നു ഇത്ര നേരം. എനിക്ക് നിവൃത്തി കേടുകൊണ്ട് ഈ ശൂലം കൊണ്ട് അങ്ങനെ കുത്തി അങ്ങ് വല്ലാണ്ട് വേദന കൊണ്ട് പെട്ടയുന്നുണ്ടായിരുന്നു, അതാണ് ഉണ്ടായത്. മഹാവിഷ്ണു പറഞ്ഞു, ഞാനിതൊന്നും അറിഞ്ഞതേ ഇല്ല. അതായത് ഈ പന്നിയുടെ ശരീരത്തിൽ കിടന്ന അദ്ദേഹം വിലസുന്നതും പിന്നീട് ശൂലം കൊണ്ട് കുത്തുന്നതും ഞാനതൊന്നും അറിഞ്ഞതേ ഇല്ലെന്ന്. അപ്പൊ ആ പരംധാമിലിരുന്നുകൊണ്ട് മഹാവിഷ്ണു ഇതൊന്നും അറിയുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോ ഇത് പരീക്ഷിത് മഹാരാജനോട് ശുഖബ്രഹ്മ മഹർഷി പറയണം. അപ്പൊ എന്താ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആത്മാവ് എന്ന് പറയുന്നത് ഒരു സാക്ഷിയാണ്. ശരീരത്തിന്റെയും മനസ്സിന്റെയും ബുദ്ധിയുടെയും അഹങ്കാരം കൊണ്ട് നടക്കുന്ന കാര്യങ്ങളൊന്നും ആത്മാവിന് യാതൊരു പ്രശ്നമില്ല. അതൊരു സാക്ഷിയാണ്, അതൊന്നും അറിയുന്നില്ല. അപ്പോ ഇനി പരീക്ഷിത് മഹാരാജാവിന്റെ പ്രശ്നം എന്താണ്? അദ്ദേഹം മഹർഷിയുടെ കഴുത്തില് ഒരു പാമ്പിനെ എടുത്തിട്ട്, അത് ദുഷ്കർമ്മമാണ് അദ്ദേഹം ചെയ്തത്. ഈ ദുഷ്കർമ്മം ചെയ്തത് ആരാണ്? പരീക്ഷിത് മഹാരാജാവ് ഞാനൊരു ദുഷ്കർമ്മം ചെയ്തു പറഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പൊ ദുഷ്കർമ്മം വാസ്തവത്തിൽ ചെയ്തത് അദ്ദേഹത്തിന്റെ ശരീരവും മനസ്സും ബുദ്ധിയും അഹങ്കാരവും കൂടി ചേർന്നിട്ടാണ്. ആത്മാവ് ആ സമയത്ത് എന്താ ചെയ്യുന്നത്? സാക്ഷിയിട്ടിരിക്കുന്നു. അപ്പൊ കർമ്മം ചെയ്യുന്ന സമയത്ത് ആത്മാവ് സാക്ഷിയാണ്. കർമ്മഫലം അനുഭവിക്കാൻ പോകുന്നത് എവിടെയാണ്? ശരീരം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്നുള്ള ഭാഗത്താണ് കർമ്മഫലം വന്നു വീഴാൻ പോകുന്നത്. അപ്പൊ കർമ്മഫലം അനുഭവിക്കുന്ന സമയത്തും ആത്മാവ് സാക്ഷിയിട്ടിരുന്നാൽ മതി. നമ്മുടെ പ്രശ്നം എന്താണ്? കർമ്മം ചെയ്യേണ്ടത് മനസ്സും ബുദ്ധി അഹങ്കാരവും അടങ്ങുന്ന ഈ ഭാഗത്താണ് നമ്മൾ ദുഷ്കർമ്മം എന്ന് പറഞ്ഞു. കർമ്മഫലം അനുഭവിക്കുന്ന സമയത്ത് അയ്യോ ഇത് ഞാൻ ഇങ്ങനെ തെറ്റ് ചെയ്തു, ഇതിന്റെ ഫലം ഞാൻ അനുഭവിക്കുന്നുള്ളൂ എന്ന് പറയുക. അപ്പൊ പറഞ്ഞു, പരീക്ഷിത് മഹാരാജാവേ, അങ്ങ് ആത്മാവാണ് യഥാർത്ഥത്തിൽ. ഈ മഹാവിഷ്ണുവിന്റെ കഥകൾ പറഞ്ഞ പോലെ മഹാവിഷ്ണു വരാഹമായിട്ട് വരുന്ന സമയത്ത് അദ്ദേഹം വരാഹമല്ല. വരാഹത്തിന്റെ ശരീരം, മനസ്സ്, ബുദ്ധി, അഹങ്കാരമൊക്കെ താൽക്കാലികമായിട്ട് അദ്ദേഹം ഒരു ഉപകരണമാക്കി. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഞാനിതൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. അതുപോലെ നരസിംഹത്തിന്റെ രൂപത്തിൽ വന്നു. നരസിംഹത്തിന്റെ രൂപവും ഭാവവും മനസ്സും ഒക്കെ ഒരു ഉപകരണമാക്കി ഹിരണ്യകശിപുവിനെ വധിക്കാൻ. പക്ഷെ യഥാർത്ഥത്തില് മഹാവിഷ്ണു എന്ന് പറഞ്ഞ ആത്മാവാണ്. നമ്മളെല്ലാവരും അതുപോലെ ഓരോ അവതാരങ്ങളാണ്. നമ്മൾ ഈ ദുഷ്കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ഭാഗം ശരീരവും മനസ്സും ബുദ്ധി അഹങ്കാരവും കൂടി ചേർന്ന ആ പാർട്ടിലാണ്. ആത്മാവ് സാക്ഷിയാണ്. പക്ഷെ ആത്മാവ് സാക്ഷിയെന്ന് അറിയാതെ നമ്മൾ കക്ഷിയായിട്ടിരിക്കണം. നമ്മളെല്ലാത്തിലും പങ്കെടുക്കുന്ന പോലെ നമുക്ക്. അപ്പൊ അത് കർമ്മഫലം അനുഭവിക്കുന്ന മാതിരി തോന്നുന്നത്. അപ്പോ കർമ്മം ചെയ്യുന്ന സമയത്തും ആത്മാവ് സാക്ഷിയാണ്. കർമ്മഫലം അനുഭവിക്കുമ്പോഴും ആത്മാവ് സാക്ഷിയായിട്ടിരുന്നാൽ മതി. ആത്മാവ് ജനന മരണ ചക്രങ്ങൾക്ക് അതീതനാണ്. അത് ശാശ്വത സത്യമാണ്. പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ദിവ്യത്വമാണ്. അപ്പൊ ഈ ഓരോ ദിവസം കഴിയുന്തോറും എന്ത് സംഭവിക്കണം? ആദ്യത്തെ ദിവസങ്ങളിലെ കഥയൊക്കെ പറയുമ്പോൾ അങ്ങ് ശരീരമല്ല, ഈ പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത്, അതല്ല അങ്ങ് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. പിന്നെ ശരീരമല്ല അങ്ങ് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുക.
മനസ്സല്ല, ബുദ്ധിയല്ല, അഹങ്കാരമല്ല, അങ്ങ് ആത്മാവാണ്. ആത്മാവ് ശാശ്വത സത്യമാണ്, ഈശ്വരനാണെന്ന് ഇദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ശരീരത്തിൽ നിന്ന് പരീക്ഷിത് മഹാരാജാവിന്റെ ബോധം മനസ്സിലേക്കും ബുദ്ധിയിലേക്കും അഹങ്കാരത്തിലേക്കും ആത്മാവിലേക്കും ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അവസാന ദിവസം എപ്പോഴേക്കും പരീക്ഷിത് മഹാരാജാവിന് ബോധ്യം ചെയ്യുന്നത് ഞാനൊരു ആത്മാവാണ്. അപ്പോ ഏത് സമയത്തും ഞാൻ ആത്മാവായിരുന്നു. ഇദ്ദേഹം നമ്മൾ പറഞ്ഞ ദ്വിജനാണ്, ഉന്നതമായ ആത്മബോധമുള്ള ആളായിട്ടാണ് ജനിച്ചിരിക്കുന്നത് തന്നെ. താൽക്കാലികമായിട്ടൊരു തെറ്റിദ്ധാരണ വന്നു, അത്രയേ ഉള്ളൂ. അപ്പൊ അത് ബോധ്യമായപ്പോ എന്തായി? ഇദ്ദേഹത്തിന്റെ മുഖത്ത് ഒരു മന്ദഹാസം നിറഞ്ഞു. പരീക്ഷിച്ചു അതുവരെ എന്തായിരുന്നു? വാവിട്ട് കരയായിരുന്നു. മന്ദഹാസം നിറഞ്ഞത് മാത്രമല്ല, നേരെ മുമ്പിലിരിക്കുന്ന ശുഖബ്രഹ്മ മഹർഷിയെ പോലെ ഇദ്ദേഹവും പ്രകാശരൂപിയായി മാറി. രണ്ട് പ്രകാശരൂപികളായി. ഇതാണ് ഭാഗവതം. അപ്പൊ നമ്മൾ കേട്ടാൽ വിചാരിക്കും, അപ്പോ തക്ഷകൻ വന്നിട്ടുണ്ടാവില്ല അല്ലേ, രക്ഷപ്പെടുത്താന്നല്ല ഇദ്ദേഹം പറഞ്ഞത്. അതോ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ തക്ഷകൻ കൊത്തിയിട്ടുണ്ടാവില്ല. ഇതൊക്കെ കണ്ടപ്പോ കൊത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ വിഷം കയറാതെ രക്ഷപ്പെട്ടിട്ടുണ്ടാവില്ല. അങ്ങനെയാണോ? അല്ല, തക്ഷകൻ കറക്റ്റായിട്ട് വന്നു. പരീക്ഷിത് മഹാരാജ അദ്ദേഹത്തിനെ സ്വീകരിച്ചിരുത്തി, വരൂ തക്ഷകൻ, അങ്ങയുടെ ഉത്തരവാദിത്വം നിർവഹിച്ചോളൂ. അപ്പോഴും ഇദ്ദേഹത്തിന്റെ മുഖത്തുള്ള മന്ദഹാസം മാറുന്നില്ല. അപ്പോ കൊത്തി ശരീരത്തിൽ മുഴുവൻ വിഷം കയറുന്നത് പരീക്ഷിത് മഹാരാജാവ് ഒരു സാക്ഷിയായിട്ട് കണ്ടുകൊണ്ട് വന്നു. കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ആത്മാവ് പ്രകാശരൂപിയായിട്ട് ശരീരത്തിൽ നിന്ന് പുറത്തു വന്നു. ശുഖബ്രഹ്മ മഹർഷിയുടെ കൂടെ പ്രകാശ ലോകത്തിലേക്ക് യാത്ര ചെയ്യാം. അപ്പൊ അദ്ദേഹം പോണ വഴിക്ക് ഒരു കമ്പനി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചത് അവിടെ ഇറങ്ങിയത്, അദ്ദേഹത്തിനെയും കൂട്ടി പോകാന്ന് വിചാരിച്ചത്. ഇതാണ് ഭാഗവതം. അപ്പോ ഹാർട്ട്ഫുൾനെസ്സുമായിട്ട് എന്താ കണക്ഷൻ അതില്? നമ്മൾ ഇതാണ് പരിശീലിക്കുന്നത്. നമ്മുടെ ബോധത്തിനെ ശരീരം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ആത്മാവിലേക്ക് കൊണ്ടുപോകാൻ. സാധാരണ ഭാഗവതം കേട്ടാൻ തരിക ആളുകൾ അത് കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു അടുത്ത കൊല്ലം എപ്പോഴാണ് ഭാഗവതം നോക്കും. 7 ദിവസം കൊണ്ട് നമുക്ക് മോക്ഷപ്രാപ്തി കിട്ടേണ്ടതാണ് അത് കേട്ടിട്ട്. അപ്പൊ നമ്മളെ ഇതുപോലെ ബോധത്തിന്റെ ഈ ഷിഫ്റ്റ് താൽക്കാലികമായിട്ട് സംഭവിക്കുന്നുള്ളൂ. കഥ കേൾക്കുമ്പോൾ മാത്രം. അത് കഴിഞ്ഞാൽ പിന്നെയും പഴയപടിയാവും. ഹാർട്ട്ഫുൾനെസ് എന്താ ചെയ്യുന്നത്? ഈ ആത്മബോധത്തിൽ നിൽക്കുന്ന ഒരു ഉന്നതമായിട്ടുള്ള മാസ്റ്റർ അല്ലെങ്കിൽ ഗുരു, അദ്ദേഹം നമ്മളിലേക്ക് സംപ്രേഷണം ചെയ്തു. ആ സംപ്രേഷണത്തിന്റെ ഫലമായിട്ട് പ്രാണാഹുതി അല്ലെങ്കിൽ സംപ്രേഷണം, ട്രാൻസ്മിഷൻ, അതാണ് ഹാർട്ട്ഫുൾനെസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ നമ്മുടെ ബോധം പതുക്കെ 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 ഷിഫ്റ്റ് ചെയ്ത് ആത്മബോധമായിട്ട് മാറും. അപ്പൊ വളരെ എളുപ്പമാണത്. ആദ്യത്തെ ഹാർട്ട്ഫുൾനെസ് സെറ്റിങ്ങിൽ തന്നെ ഈ ആത്മബോധം ഉണർന്ന് നമുക്ക് സമാധി എന്നുള്ള അവസ്ഥ കിട്ടും. അതുകൊണ്ട് ആദ്യത്തെ സെറ്റിങ് കഴിഞ്ഞാൽ എന്താ പറയാ, ഉള്ളിൽ ഉറങ്ങിയ പോലെ തോന്നിയെന്ന് പറയും. ആന്തരികമായിട്ട് സുഷുപ്തിയിലുള്ളവർക്ക് സുഖം ആത്മബോധമാണ്. ബാഹ്യമായിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ബോധവാണ്. അപ്പൊ ഈ കർമ്മഫലങ്ങള് മനസ്സും ബുദ്ധി അഹങ്കാരം അടങ്ങുന്ന ആ സൂക്ഷ്മ ശരീരത്തിലാണ് ഈ കർമ്മഫലങ്ങൾ വന്ന് അടിഞ്ഞുകൂടുന്നത്. നമ്മൾ ചെയ്യുന്ന, നേരത്തെ പറഞ്ഞ പരീക്ഷത്ത് ചെയ്ത പോലത്തെ പല ദുഷ്കർമ്മങ്ങളും. അപ്പോൾ ഹാർട്ട്ഫുൾനെസ്സിൽ ആ കർമ്മഫലങ്ങളെ നീക്കം ചെയ്യാനായിട്ട് ഒരു ശുദ്ധീകരണ പ്രക്രിയയുണ്ട്. അത് വളരെ ഫലപ്രദമാണ്. അപ്പോൾ ഈ കർമ്മഫലങ്ങളിൽ നിന്ന് അനുനിമിഷം ഓരോ ദിവസവും നമ്മുടെ വൈകുന്നേരത്തെ ശുദ്ധീകരണത്തിലൂടെ ഈ കർമ്മഫലങ്ങളിൽ നിന്ന് നമ്മളെ സ്വതന്ത്രരാക്കുക. അതുകൊണ്ട് ഭഗവത്ഗീതയില് ധ്യാനം എന്നുള്ളതിന് ഒരു നിർവചനം കൊടുത്തിട്ടുണ്ട്. ധ്യാനം കർമ്മഫലത്യാഗം, ത്യാഗാത് ശാന്തി അനന്തരം. ധ്യാനം എന്ന് പറയുന്നത് കർമ്മഫലങ്ങളെ ത്യജിക്കാനുള്ള ഒരു പ്രക്രിയയാണ്. നമ്മൾ ഹൃദയത്തിലെ ദിവ്യത്വം എന്നുള്ള സങ്കല്പത്തിൽ ആത്മബോധത്തിലിരിക്കുന്ന സമയത്ത്, ഈ സംപ്രേഷണം സ്വീകരിക്കുന്ന സമയത്ത് നമ്മളിൽ നിന്ന് ഉയർന്നു പോകുന്ന ചിന്തകളെല്ലാം ഈ കർമ്മഫലങ്ങളാണ്. അപ്പൊ കർമ്മഫലങ്ങളെ സ്വതന്ത്രമാക്കുക നമ്മൾ ഓരോ മെഡിറ്റേഷനിലും. അതുകൊണ്ടാണ് കർമ്മഫല ത്യാഗമാണ് ധ്യാനം എന്ന് പറയുന്നത്.
അങ്ങനെ കർമ്മഫലങ്ങളിൽ ത്യജിക്കുമ്പോൾ എന്താണ്ടാവുക? ശാന്തി അനന്തരം, ശാന്തിയാണ് നമുക്ക് ഉണ്ടാവുന്നത്. അപ്പൊ ഹാർട്ട്ഫുൾനെസ്സിലെ ഈ 3 പ്രാക്ടീസ്, ധ്യാനം, ശുദ്ധീകരണം, പ്രാർത്ഥന, വീണ്ടും നമ്മളെ ഉറങ്ങുന്നതിൻ്റെ മുമ്പ് ആത്മാവുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഇപ്പൊ 24 മണിക്കൂറും നമ്മളെ ഈ ആത്മബോധത്തിൽ നിർത്തിക്കൊണ്ട് എന്തൊക്കെ കർമ്മഫലങ്ങൾ ബാക്കിയുണ്ടോ അതിൻ്റെ ഭോഗം നമ്മൾ അനുഭവിക്കുന്നു സാധാരണ ജീവിതത്തിൽ. ആ ജീവിതത്തിന്റെ അവസാനത്തിൽ ഈ ഭോഗങ്ങൾ അവസാനിക്കുമ്പോൾ നമ്മൾ ആത്മബോധത്തിലേക്ക് തിരിച്ചു പോകുന്ന, നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, പ്രകാശിത ലോകത്തിലെ സ്പിരിച്വൽ എൻറ്റിറ്റി അല്ലെങ്കിൽ ആത്മീയ സത്തയുമായിട്ട് ഒന്നുചേരും. ഈ ഭാഗവത കഥകളൊക്കെ ഈ പറയുന്നതാണ്. ഇപ്പൊ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കഥകളാണ് ഈ പറയുന്നത് മുഴുവൻ, മഹാവിഷ്ണുവിന്റെ. അതിൽ ശ്രീകൃഷ്ണന്റെ കഥയും വരും. ഭഗവത്ഗീത അതിന്റെ ഭാഗമാണ്. അപ്പൊ അതില് ഒരു സ്ഥലത്ത് നമ്മുടെ ജീവിതത്തിനെ നമ്മൾ മഹാഭാരതത്തിൽ കണ്ടില്ല, 5 കുതിരകളെ കെട്ടിയ രഥം പോലെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതും ഈ ധ്യാനത്തിന്റെ ഒരു ഒന്നാം തരം മോഡലാണ് അവിടെ പറയുന്നത്. രഥം എന്ന് പറയുന്നത് ശരീരമാണ്. ആത്മാനം രഥിനം വിദ്ധി ശരീരം രഥമേവ തോന്നും. കഠോപനിഷത്തിലെ ഒരു ശ്ലോകമാണത്. ആത്മാവ് എന്ന് പറയുന്നത് ഈ രഥത്തിലെ യാത്രക്കാരനാണ്. ശരീരം എന്ന് പറയുന്ന രഥമാണ്. അന്ന് സാധാരണ ഉപയോഗിച്ചിരുന്ന സാധനം രഥമായതുകൊണ്ടായിരിക്കും രഥം എന്ന് പറഞ്ഞു. ഇന്നത്തെ കാലത്താണ് ഭഗവാൻ പറയണമെങ്കിൽ ചിലപ്പോ ബെൻസ് കാർ എന്നൊക്കെ പറഞ്ഞത്. അപ്പോ രഥം എന്ന് പറയുന്ന ശരീരം. 5 കുതിരകളുണ്ട്, അത് 5 ഇന്ദ്രിയങ്ങളാണ്. ആ 5 കുതിരകളെ 5 ജോഡി കടിഞ്ഞാണിൽ ബന്ധിച്ചിരിക്കുന്നു. ആ കടിഞ്ഞാണാണ് ബുദ്ധി. 5 ജോഡി കടിഞ്ഞാൺ ബുദ്ധി. ഇപ്പൊ ശരീരം രഥം, ഇന്ദ്രിയങ്ങള് കുതിരകൾ, കടിഞ്ഞാണ് ബുദ്ധി. രഥത്തിന്റെ ഉടമയായിട്ടുള്ള ആത്മാവ്. പിന്നെ ഒരാളും കൂടിയുണ്ട് രഥത്തിൽ. ആരാണ്? സാരഥി. രഥം ഓടിക്കണ്ടേ. സാരഥിയാണ് മനസ്സ്. അപ്പോ രഥം, കുതിരകൾ, സാരഥി, രഥത്തിന്റെ ഉടമ ആത്മാവ്. എന്തിനാണ് ഈ രഥം? രഥത്തിന്റെ ഉടമയ്ക്ക് യാത്ര ചെയ്യാനാണ്. ലക്ഷ്യപ്രാപ്തി, ഈശ്വര സാക്ഷാത്കാരത്തിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ രഥം തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ഇനി ഈ യാത്രയിൽ എവിടെയാണ് കുഴപ്പം വരാൻ സാധ്യതയുള്ളത്? സാരഥി, നമ്മൾ പണ്ടൊരു സിനിമയുടെ ഡ്രൈവർ മദ്യപിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് സിനിമയുണ്ട്. സാരഥി എന്ന് പറഞ്ഞ ഡ്രൈവറാണ്. സാരഥി ശരിയായ രീതിയിൽ അല്ലെങ്കിലോ, കാർ ഓടിക്കുന്ന ഡ്രൈവർ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക? സ്റ്റിയറിംഗ് അയാളുടെ കയ്യിൽ നിന്ന് പോയി എവിടെയെങ്കിലും പോയി ഇടിച്ച് വാഹനം നശിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോ രഥത്തിന്റെ സാരഥി അല്ലെങ്കിൽ ഡ്രൈവർ വേണ്ട രീതിയിലുള്ള ക്രമീകരണം ഇല്ലാത്തതായിരിക്കും, മനസ്സിന് ക്രമീകരണം ഇല്ലാന്നായിരിക്കും. അതാണ് ഡ്രൈവറുടെ അവസ്ഥ എങ്കിൽ ഈ ബുദ്ധി എന്നുള്ള കടിഞ്ഞാണ് സാരഥിയുടെ കയ്യിൽ നിന്ന് പോവും. അപ്പൊ ഈ 5 കുതിരകൾ 5 വഴിക്ക് പോവും. 5 ഇന്ദ്രിയങ്ങൾ പോലെ. കണ്ണൊരു വഴിക്ക്, മൂക്കൊരു വഴിക്ക്, നാക്ക് വേറെ വഴിക്ക്, നമ്മുടെ പലരുടെയും ഇന്നത്തെ അവസ്ഥ പോലെ. അപ്പൊ ഈ രഥം എവിടെയെങ്കിലും പോയി ഇടിക്കും, തകരും. അപ്പൊ രഥത്തിന്റെ ഉടമയായിട്ടുള്ള ആത്മാവ് ആ രഥത്തിൽ നിന്ന് ഇറങ്ങി മറ്റൊരു രഥം അദ്ദേഹത്തിന്റെ ഇച്ഛാശക്തി കൊണ്ട് സൃഷ്ടിച്ച് യാത്ര തുടരും. അതാണ് പുനർജന്മമായിട്ട് പറയുന്നത്. ഇവിടെ പ്രശ്നം സംഭവിക്കാൻ സാധ്യതയുള്ള ഭാഗം എന്ന് പറയുന്നത് സാരഥിയാണ്. അതുകൊണ്ട് മനസ്സാണ് സാരഥി. മനസ്സിനെ ക്രമീകരിക്കേണ്ടത് അനിവാര്യമാണ്. മനസ്സിനെ ക്രമീകരിക്കാനാണ് ധ്യാനം. ഹാർട്ട്ഫുൾനെസ്സില് സംപ്രേഷണത്തോടുകൂടിയുള്ള ധ്യാനത്തിന്റെ ഉദ്ദേശം എന്താണ്? ആദ്യം മനസ്സിനെ ക്രമീകരിക്കുക. ക്രമീകരിച്ച മനസ്സിനെ ആത്മാവുമായിട്ട് കണക്ട് ചെയ്യുന്നു. അതായത് രഥത്തിന്റെ ഉടമയുമായിട്ട് സാരഥി ഡ്രൈവറെ കണക്ട് ചെയ്യാണ്. അതുകൊണ്ടാണ് മഹാഭാരതത്തിലെ ഈ
സാരഥിയുടെ സ്ഥാനത്തിരിക്കുന്നത് ആരാണ്? ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. അതായത് പരമാത്മാവിനെ തന്നെ നമ്മുടെ സാരഥിയുടെ സ്ഥാനത്തിരിക്കുക, മനസ്സിന്റെ സ്ഥാനത്ത്. അതായത് ഹാർട്ട്ഫുൾനെസ്സിലേക്ക് വന്നാൽ ഗുരുവിനെ നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നു. അദ്ദേഹത്തിനെ നമ്മുടെ ജീവിതത്തിന്റെ സാരഥിയാക്കണം. നമ്മുടെ ഹൃദയം അദ്ദേഹത്തിന്റെ ഹൃദയമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിന്റെ സാരഥ്യം അദ്ദേഹം ഏറ്റെടുക്കും. അപ്പോ ലക്ഷ്യപ്രാപ്തിയിലേക്കുള്ള യാത്ര വളരെ സുഗമമാണ്. പലപ്പോഴും നമ്മൾ ഈ ഹാർട്ട്ഫുൾനെസ് പരിശീലന പദ്ധതി ആഴത്തിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് ഹിന്ദു ധർമ്മങ്ങളിൽ പറയുന്ന പല പുരാണങ്ങളും ഇതിഹാസങ്ങളും ഭഗവത്ഗീതയും ഭാഗവതൊക്കെ കൂടുതൽ ആഴത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? അല്ലെങ്കിൽ നമ്മൾ ആ കഥ കേൾക്കും, സപ്താഹം കാണും, 7 ദിവസം ഭക്ഷണം കഴിച്ച് നമ്മൾ തിരിച്ചു പോരും. പരീക്ഷിത് മഹാരാജ് അദ്ദേഹത്തിന്റെ വഴിക്ക് പോകും, നമ്മൾ നമ്മുടെ വഴിക്ക് നമ്മുടെ വീട്ടിലേക്ക് വരും. എപ്പോഴും അതുകൊണ്ടാണ് ലാലാജി മഹാരാജ് പറയും, ഓരോ പ്രാവശ്യം ധ്യാനം കഴിഞ്ഞാലുമാണ് നമ്മൾ ഈ ആത്മീയ ഗ്രന്ഥങ്ങൾ വായിക്കേണ്ടത്, പ്രത്യേകിച്ച് മഹാഭാരതം ഭഗവത്ഗീതയൊക്കെ വായിക്കേണ്ടത് ധ്യാനത്തിന് ശേഷമാണ് പറയുന്നത്. എന്തുകൊണ്ടാണ്? ധ്യാനം കൊണ്ട് മനസ്സ് ക്രമീകരിച്ച് ആ ക്രമീകരിച്ച മനസ്സിനെ ഗുരുവായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് ഈ മഹത് ഗ്രന്ഥം കൊണ്ട് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിന്റെ സത്ത നമുക്ക് അപ്പോൾ മനസ്സിലാവുക. അല്ലെങ്കിൽ പലപ്പോഴും ഇത്തരം ഗ്രന്ഥങ്ങൾ വായിച്ചാൽ നമുക്ക് ആശയക്കുഴപ്പം ഉണ്ടാവുക. അപ്പോ നമ്മൾ ഏത് മതത്തിൽപ്പെട്ട ആളായാലും ആ മതത്തിന്റെ യഥാർത്ഥത്തിലുള്ള സത്ത എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഹാർട്ട്ഫുൾനെസ് ധ്യാനം പരിശീലിച്ചതിന് ശേഷം ആ മതഗ്രന്ഥം എടുത്ത് വായിച്ചു നോക്കണം. അപ്പൊ നമുക്ക് മനസ്സിലാവും എല്ലാ മതങ്ങളും ആത്യന്തികമായി സത്തയിൽ ഒന്നാണ്. ബാഹ്യമായിട്ട് വരുന്ന സമയത്താണ് ഈ പരസ്പര വൈരുദ്ധ്യം. നമ്മൾ നരസിംഹത്തിന്റെ കഥ പറഞ്ഞ പോലെ ഈശ്വരനെ പുറത്തന്വേഷിക്കുമ്പോൾ അദ്ദേഹം നമ്മളെ നിഗ്രഹിക്കാൻ വരുന്ന പോലെ ഈ ബാഹ്യമായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളിലും മതം നിൽക്കുന്ന സമയത്താണ് പരസ്പരമുള്ള സ്പർദ്ധ ഉണ്ടാവുന്നത്. ധ്യാനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആഴത്തിൽ ഈ ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ എല്ലാത്തിലും അടങ്ങിയിട്ടുള്ള ഏകത്വം നമുക്ക് ബോധിക്കും. താങ്ക് യു. നമസ്കാരം.